സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാണ്ടിക്കാട് PKM ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും ഡോക്ടറും കൂടിയായ സിയാദ് സാറിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. സിയാദ് സാർ, മുമ്പെങ്ങും കാണാത്ത രൂപത്തിലുള്ള കഠിനമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? സബിലെ, ഇപ്പൊ നമ്മള് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന പ്രധാനപ്പെട്ട രണ്ടു വാക്കുകളാണ് റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സാധാരണ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ വേനൽക്കാലമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സൂര്യാതപം എന്നുള്ള ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടതാണ്. കനത്ത ചൂടാണ്. ഇപ്പൊ 40 ഡിഗ്രി വരെ എത്തുമെന്നാണ് പറയപ്പെടുന്നതിൽ. ഇപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. 36.6 ഡിഗ്രി തുടങ്ങിയിട്ട് 37.2 ഡിഗ്രി വരെ അത് നോർമലാണ്. പക്ഷേ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ കൂടുതലായിട്ട് നമ്മൾ കൂടുതൽ സമയം നമ്മൾ പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് എക്സ്പോസ്ഡ് ആയിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിന്റെ ചൂട് 40 ഡിഗ്രി മുകളിലോട്ട് പോവുകയും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാം. മൾട്ടി ഓർഗൻ ഫെയിലർ എന്ന് പറയാം. ഈ പറയുന്ന കണ്ടീഷൻ പറയുന്ന പേരാണ് ഈ സൂര്യാതപം, ഇംഗ്ലീഷിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നതിൽ. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനുള്ളതാണ്. സാധാരണ നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. പക്ഷെ ദാഹിക്കാൻ പോലും കാത്തു നിൽക്കരുത്. കൂടുതലായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ പുറത്ത് രാവിലെ 10 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 3 മണി വരെയുള്ള ടൈമുകളിൽ നമ്മൾ പറ്റാവുന്നിടത്തോളം പരമാവധി പുറത്തേക്ക് ഇറങ്ങാതെ നോക്കുക. ഇനി അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാർ അതിന് വേണ്ട മുൻകരുതൽ എടുക്കുക. അപ്പോൾ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അരമണിക്കൂറെങ്കിലും കൂടുന്തോറും തണലോട്ട് വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കണം. ഇപ്പം നിർത്തിയിട്ട വാഹനങ്ങൾ കനത്ത ചൂടായിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് കയറിയിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വാഹനങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് പുറത്തോട്ട് പോകുക. അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഡാർക്ക് കളേർഡ് ഡ്രസ്സുകളൊക്കെ ഇടാതിരിക്കുക, വൈറ്റ് കളർ ഡ്രസ്സ് ഇടുക. പിന്നെ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമാണ്. കുട്ടികളും മുതിർന്നവരെ പോലെയല്ല, ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധം ഉണ്ടാവില്ല. അവർ എത്ര വെയിലാണെങ്കിലും അവർ പുറത്ത് കളിക്കും. അപ്പോൾ അവർക്കാണ് ഇത് കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളൊക്കെ ഇത് ചൂട് കൂടി വരികയും ചെയ്യാം. അപ്പോൾ വേണ്ട രീതിയിൽ ബോധവൽക്കരണം നടത്തണം. ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊക്കെ നല്ലോണം വെള്ളം കുടിപ്പിക്കുക, പുറത്തധികം കളിക്കാൻ വിടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട്.